ബെസ്റ്റി എന്ന് പറയുന്ന വാക്ക് തന്നെ നമുക്കറിയാവുന്നതാണ്. എവിടെയാണ്, ഒരു കൂട്ടുകാരനാണോ കാമുകിയാണോ അതിൻ്റെ മുകളിലാണോ? നോമ്പ് തുറക്കുന്ന സമയത്ത് നോമ്പ് പിടിച്ച ആൾക്കാരെ കാട്ടി കൂടുതൽ ഫസ്റ്റ് അവിടെ ഫുഡ് കഴിക്കാൻ എത്തുന്നത് ഞങ്ങളൊക്കെ ആയിരിക്കും. ഷൂട്ട് കുളു മണാലിയിൽ വരെ പോയി ഷൂട്ട് ചെയ്തിരിക്കുക. അല്ല, ഇത്രയും പ്രൊമോഷൻ ഒരു സിനിമയ്ക്കും ചെയ്തിട്ടില്ല. ഷൈൻ ടോം ചാക്കോ ഒരു സ്റ്റേജിൽ പറഞ്ഞു, ഞാൻ ഇദ്ദേഹത്തിന്റെ സിനിമ, പക്ഷെ ഇന്ന് വരെ എനിക്ക് ഈ ബോസിനെ കാണാൻ പറ്റിയിട്ടില്ല എന്ന്. ശ്രേയനെ കോർണർ ചെയ്ത് പറഞ്ഞല്ല, ജനറലി ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോൾ നമുക്ക് പലപ്പോഴും യോജിച്ചില്ലെങ്കിൽ പോലും മനപ്പുറം യോജിച്ച് നിൽക്കുമല്ലോ നമ്മൾ. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 3 അതിഥികൾ, 3 പേർക്ക് സ്വാഗതം. നമസ്കാരം. തലമൂത്ത കാരണവരെന്ന് തുടങ്ങാം. എല്ലാവരും ഒരുമിച്ച് കാരണവരാക്കി നമ്മൾ കാരണവരൊന്നുമല്ല, നമ്മള് പിന്നെ അല്ലാതെ രണ്ടുപേരും ഒറ്റ സ്ഥലത്തിലുണ്ട്. അതേന്ന് അത് അങ്ങനെ വേണ്ട എന്നാ ഞാൻ അവിടെ നിന്ന് തുടങ്ങണില്ല. അതാണ്. അല്ല, ഞങ്ങളൊക്കെ സംബന്ധിച്ച് സുധീരേട്ടൻ സീനിയറാണ്. ഞങ്ങളൊക്കെ വളരെ ചെറിയ കുട്ടികളും സിനിമയിലെ ഏറ്റവും ഇളയ തലമുറക്കാരും. ഇരിപ്പിലും പോക്കലും കണ്ട ഇതാ സീനിയർ തോന്നും. കണ്ടാ തോന്നും, പ്രായം കൊണ്ടല്ല തോന്നും, കണ്ടാ തോന്നും. എന്നാലും നല്ലൊരു തെളിച്ച പാതയിലൂടെയാണ് നിങ്ങളുടെയൊക്കെ യാത്ര. അല്ല, ശരിയാണ്. സഞ്ചരിച്ചു. അങ്ങനെയൊന്നും പറയല്ല. നമ്മളെക്കാട്ടി മുമ്പിൽ ഒരുപാട് പേരുണ്ട്, ലെജൻസ് ഉണ്ട്. നമ്മൾ അതുവഴി നമ്മൾ സഞ്ചരിക്കുന്നു. അല്ല, എല്ലാവരും അങ്ങനെ തന്നെ. അടുത്ത തലമുറ വരുമ്പോൾ ആ പാതയിലൂടെ നമ്മൾ പോകും. അത് തന്നെയാണ് സത്യം. നല്ലത് മാത്രം കണ്ടു പഠിക്കണമെന്നേ പറയാറുള്ളൂ എല്ലാവരും. അതാണ് എന്നും വേണ്ടത്. സിനിമയുടെ നിലനിൽപ്പിനും വേണ്ടത് അത് തന്നെയാണ്. നല്ലൊരു സിനിമ വീണ്ടും ബെസ്റ്റി എന്നൊരു സിനിമയിലൂടെ സുധീരേട്ട വീണ്ടും ഒരു സിനിമ റിലീസിന് ഒരുങ്ങിയാണ് 24-ാം തീയതി. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത്? ഈ കഥയുമായി ബന്ധപ്പെട്ട് സുധീരനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗങ്ങളുണ്ടാവുള്ളൂ ഈ സിനിമയിലേക്ക് വരാനുള്ളത് എങ്ങനെയാണ്? ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസർ ശ്രീ KV അബ്ദുൽ നാസർ, അക്ബർ ട്രാവൽസ്, ബെൻസി പ്രൊഡക്ഷൻസ്, അദ്ദേഹം ഞാൻ നല്ല ബന്ധത്തിലാണ്. ബന്ധത്തിലെന്നത് മാത്രമല്ല, സിനിമയോട് അത്രത്തോളം പാഷൻ പുള്ളിക്കുണ്ട്. ബോസ് എന്നെല്ലാവരും വിളിക്കുന്ന അദ്ദേഹത്തിന് സിനിമയോട് അത്രയ്ക്കും പാഷനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നിരന്തരം സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള ഈ ഹാസ് ഗോട്ട് എ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. അതിലൊന്നാണ് ബെൻസി പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ കൊണ്ടുപോകാനും നല്ല സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാനും താല്പര്യത്തോടെയാണ് അദ്ദേഹം സിനിമയെ സമീപിക്കുന്നത്. അത്തരത്തിൽ സിനിമകൾ നിർമ്മിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുകയാണ്. ഈ സിനിമയെ സംബന്ധിച്ചോളം ഞാൻ മനസ്സിലാക്കുന്നത് പുള്ളി വളരെയധികം താലോലിക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇതിൻ്റെ ഈച്ച് ആൻഡ് എവറി ഏരിയ, ഈവൻ സ്ക്രിപ്റ്റിൽ പോലും പുള്ളി വളരെയധികം ഓരോ ദിവസവും ഷൂട്ട് കഴിഞ്ഞാൽ ഇത്രയും ബിസിനസ്സിൻ്റെ തിരക്കിലാണെങ്കിലും ഓരോന്നും ഇട്ട് കണ്ട് അഭിപ്രായങ്ങൾ വളരെ വ്യക്തമായി ഒന്നുകൂടെ അത് ആ ഏരിയ എടുത്തുകൂടെ എന്ന് ചോദിക്കാൻ ഒരു മടിയുമില്ലാതെ അദ്ദേഹം സീരിയസ് ആയിട്ട് സമീപിക്കുന്നു എന്നതാണ്. അദ്ദേഹത്തിന് ഇതിന് മുമ്പിലുള്ള ഒരു സിനിമ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, ഗദ്ദ എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതിലും നല്ല രസകരമായ പ്രധാന വേഷമായിരുന്നു അതിനകത്ത് ഞാൻ ചെയ്തത്. അത് വളരെ രസമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതൊരു സമാന്തര സിനിമയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ മനോജ് ഖാന സംവിധാനം ചെയ്ത നല്ലൊരു സ്ക്രിപ്റ്റായിരുന്നു. ശ്രീമതി ആശാ ശരത്ത് അതിനകത്ത് പ്രധാന വേഷം ചെയ്ത നല്ലൊരു സിനിമയായിരുന്നു. അത് കഴിഞ്ഞാൽ ഈ പടം ഇപ്പോൾ ചെയ്യുന്നത് വളരെ ഹാപ്പിയാണ്. ഞാൻ വളരെ സന്തോഷത്തോടെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ. അതിനകത്ത് ഞാൻ ചെയ്യുന്നത് സിദ്ദി കോയക്ക എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. എനിക്കിഷ്ടമാണ് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അല്പം മണ്ടനാണ്, എന്നാൽ അദ്ദേഹം അറിയുന്നില്ലല്ലോ. മണ്ടനാണെങ്കിലും എല്ലാവരും അവരവർ ചെയ്യുന്ന അവരവർ പെരുമാറുന്നതൊക്കെ വളരെ സീരിയസ് ആയിട്ടാണല്ലോ. അത്തരത്തിൽ സീരിയസ് ആയ ഒരു മണ്ടൻ ആയ ഒരു കഥാപാത്രം. എനിക്കൊന്ന് ബെൻസി നാസർ ഖാനെ സംബന്ധിച്ച് ഒരു സെറ്റിലും ഉണ്ടാകുന്ന ഒരു വ്യക്തിയല്ല. പക്ഷേ ഞാൻ ഇന്നലെയൊക്കെ ഇവിടെ വന്നപ്പോൾ ഈ സെറ്റിൽ അദ്ദേഹം ആക്റ്റീവായിരുന്നു. ഇദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഷൈൻ ടോം ചാക്കോ ഒരു സ്റ്റേജിൽ പറഞ്ഞു, ഞാൻ ഇദ്ദേഹത്തിൻ്റെ സിനിമ, പക്ഷേ ഇന്ന് വരെ എനിക്ക് ഈ ബോസിനെ കാണാൻ പറ്റിയിട്ടില്ല എന്ന് എനിക്കൊന്ന് കഴിഞ്ഞ ഒരു സിനിമയുടെ ലോഞ്ചിനാണ് പറഞ്ഞത്. പക്ഷേ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അദ്ദേഹത്തെ കാണാൻ പറ്റും. അദ്ദേഹത്തെ വീട്ടിൽ ഷൂട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഭാഗ്യം. വീട്ടിൽ ഷൂട്ടുണ്ട്. വേറൊരു സത്യമാണ്, ലൊക്കേഷനിൽ വന്ന് പേഴ്സണലായിട്ട് ഒരു കാര്യത്തിലും ഇൻവോൾവ് ചെയ്യില്ല. അങ്ങനത്തെ ഒരു വളരെ നല്ല തിരക്കാണ്, ഏറ്റവും തിരക്കുള്ള ഒരു ബിസിനസ്മാനാണ്. അപ്പോൾ പേഴ്സണലായിട്ട് ഒരു ലൊക്കേഷനിൽ വന്ന് ഇൻ്റർഫിയറൻസ് ഒരിക്കലില്ല. അത് സംവിധായകന് വിട്ടുകൊടുക്കുകയും അതിനൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം തന്നെയാണ് കാണുന്നത്. പ്രോപ്പർ ഈസ് എ ബ്യൂട്ടിഫുൾ ജെന്റിൽമാൻ എന്നാണ് ഞാൻ പറയുക. തീർച്ചയായിട്ടും. ഗൂഗിള് ഈ കുടുംബത്തിലെ അംഗമായിട്ട് എത്ര ആളാണ്? ഈ പ്രൊഡക്ഷൻ കുടുംബത്തിൽ ഇതെൻ്റെ രണ്ടാമത്തെ ആദ്യ സിനിമയുടെ പണി കഴിയുന്നേ ഉള്ളൂ. അത് P. സുകുമാരേട്ടൻ ഡയറക്റ്റ് ചെയ്ത്, ഞാനും അഷ്കറിനാണ് നായകൻ. അതെ, ഞാനും അഷ്കർ കുട്ടേട്ടനുണ്ട്. അപ്പോൾ ആ സിനിമയിലേക്ക് എങ്ങനെയാണ് എനിക്ക് വിളി വന്നു. അതിനുശേഷം ഈ സിനിമയുടെ ചർച്ച നടക്കുന്ന സമയത്ത്
വിളി വന്നു. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അത് ഞങ്ങളുടെ ബോസ് തന്നെ, അതായത് പ്രൊഡ്യൂസറിൻ്റെ ബോസ് എന്നാണ്. ബോസ് എന്നാണ് വിളിക്കുന്നത്. ആ ബോസ് തന്നെയാണ് എന്നെ സജസ്റ്റ് ചെയ്തത് ആ ക്യാരക്ടർ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഞാൻ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ ഇദ്ദേഹത്തെ. ഇപ്പോൾ രണ്ടാം സിനിമയായിട്ട് പോലും ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. പക്ഷേ ബോസിന് ഈ സിനിമയോട് പ്രത്യേക ഒരു മമതയുണ്ട്, പ്രത്യേക ഒരു അനുകമ്പ ഈ പെർട്ടിക്കുലർ സിനിമയോടുണ്ട്. കാരണം ഇതിനോടകം തന്നെ ഒരു കഴിഞ്ഞ 1 വീക്കായിട്ട് ഞങ്ങൾ ഇതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത്. നിങ്ങൾ ക്യാമ്പസുകളൊക്കെ ഞാൻ ആക്ച്വലി ഇത്രയധികം ഒരു സിനിമയ്ക്കും പ്രൊമോഷൻ ഞാൻ പോയിട്ടില്ല. ഒരു 1 വീക്കൊന്നും പോയിട്ടില്ല. കൂടി ഇപ്പോൾ 2 ദിവസമൊക്കെ പുറകാറുള്ളൂ. പക്ഷേ ഇത് 1 വീക്കായിട്ട് പ്രൊമോഷൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും പ്രൊമോഷൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി ട്രിവാൻഡ്രത്തുണ്ട്, മുംബൈയിലുണ്ട്, അതുപോലെ ഇപ്പോൾ കഴിഞ്ഞത് തലശ്ശേരി കഴിഞ്ഞു, കണ്ണൂർ കഴിഞ്ഞു, കോഴിക്കോട് കഴിഞ്ഞു, ഇനി കാസർഗോഡ് കൂടി ഉണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്. അപ്പോൾ ഇത്രയധികം പ്രൊമോഷൻസ് ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബോസിന് ഈ സിനിമയോടൊരു താല്പര്യം കൂടുതലുണ്ട്. അല്ല, ഇത്രയും പ്രൊമോഷൻ ഒരു സിനിമയ്ക്കും ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു കുടുംബം പോലെ തന്നെയാണ്. ഇപ്പം ഞാൻ പൊന്നാനി ഷൂട്ടിന് ചെന്നപ്പോൾ എന്നോട് പ്രൊഡക്ഷൻ കമ്പനി പറഞ്ഞത് വേണം ഗോവിലും ബുദ്ധിമുട്ടില്ലെങ്കിൽ പ്രൊഡ്യൂസറിന് വീട്ടിൽ താമസിക്കാം. അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുടുംബങ്ങളുള്ള വീട്ടിൽ ഒരു മുറിയുണ്ട്, ഗോവിലും ബുദ്ധിമുട്ടില്ലെങ്കിൽ അവിടെ താമസിക്കാമെന്ന് വരെ പറഞ്ഞു. സാധാരണ അങ്ങനെ പ്രൊഡ്യൂസർമാർ എന്നോട് എനിക്കങ്ങനെ ഓഫർ വരാറില്ല. അപ്പോൾ ഒരു ഫാമിലി പോലെ അവരുടെ സ്റ്റാഫാണെങ്കിലും ഇവരുടെ ഈ സിനിമയുടെ കാര്യങ്ങൾ നോക്കുന്ന മാനേജർമാരാണെങ്കിൽ പോലും വളരെ ഫ്രണ്ട്ലി ആയിട്ടും വളരെ ഫാമിലി ആയിട്ടും. ഇപ്പം ഞങ്ങൾ പ്രൊമോഷൻസിന് പോകുമ്പോൾ പോലും ഇതേത് നമ്മുടെ പ്രൊഡ്യൂസറിൻ്റെ ഫാമിലി മെമ്പേഴ്സൊക്കെ കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഫാമിലി പോലെ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ആ ഫാമിലിയോട് കൂടെ രണ്ടാമത്തെ സിനിമ. ഇതിലെ കഥാപാത്രം എന്താണ്? ഒരു കോഫി ഷോപ്പ് ബേസ് ചെയ്തിട്ടാണ് ഈ പടത്തിൻ്റെ ഒരു ട്വിസ്റ്റും പരിപാടിയൊക്കെ നടക്കുന്നത്. അപ്പോൾ ആ കോഫി ഷോപ്പിൻ്റെ ഉടമസ്ഥൻ ഞാനാണ്. ആ കോഫി ഷോപ്പിലാണ് ഷഹീനും ഈ പറഞ്ഞ നായികയും അഷ്കറും എല്ലാം വന്ന് കാണുകയും അവിടെ നിന്നുണ്ടായ ഇൻസിഡൻറ്റ് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ കോഫി ഷോപ്പിലെ ഒരു സ്റ്റാഫായിട്ടാണ് ശ്രീയ ചെയ്യുന്നത്. അങ്ങനെ ഒരു പരിപാടി. പിന്നെ അതിനുശേഷം ഒരു സീൻ നമ്മൾ വീട്ടിലുണ്ടായിരുന്നു. ഞങ്ങൾ ഇവരുടെ കോമ്പിനേഷൻ. ഞാൻ അഷ്കറിൻ്റെ കൂടെ അഷ്കറിൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് വീട്ടിലും ഒരു പരിപാടി. എനിക്ക് തോന്നുന്നു ഇപ്പോൾ എത്ര സിനിമയായി? എനിക്ക് 10ാമത്തെ സിനിമയല്ലേ? അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ സിനിമ. വ്യത്യസ്തമാണ്. ചെയ്തു വെച്ചുന്ന 9 സിനിമയിൽ നിന്ന് വ്യത്യസ്ത ഒരു കഥാപാത്രമാണ്. എങ്ങനെയുണ്ടായിരുന്നു? നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇതുവരെ ചെയ്ത മൂവികളിൽ നിന്ന് ലൊക്കേഷനിൽ നിന്ന് കിട്ടിയതിനേക്കാളും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഫാമിലി ആയിരുന്നു എല്ലാവരും. ബെൻസി പ്രൊഡക്ഷൻ്റെ വീട്ടിൽ തന്നെ പൊന്നാനിയിലെ വീട്ടിലാണ് ഞങ്ങൾക്ക് സ്റ്റേ തന്നിരുന്നത്. അപ്പം അവിടുത്തെ ഫുഡ് ഉമ്മ ഉണ്ടാക്കി തരുന്ന ഫുഡെല്ലാം കഴിച്ച് നല്ല ജോലി കിട്ടി. പിന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് നോമ്പ് സമയമായിരുന്നു, ആ സമയമായിരുന്നു. അപ്പം അവിടുത്തെ വെറൈറ്റി ഫുഡൊക്കെ കഴിക്കാൻ പറ്റി. അപ്പം അതൊക്കെ ഒരു ഭാഗ്യമായിരുന്നു. എൻ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു ഈ ഒരു സെറ്റ്. പിന്നെ നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് ഭക്ഷണമൊക്കെ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കുക്ക് ചെയ്യുന്ന ചേച്ചിമാരെ കൊണ്ടുവന്നിട്ട് ലൊക്കേഷനിൽ കുക്ക് ചെയ്തിട്ടുള്ള പരിപാടി അങ്ങനത്തെ ഇതായിരുന്നു. സാധാരണ നമ്മൾ സിനിമ സെറ്റപ്പിൽ അങ്ങനെ കാണാറില്ല. പിന്നെ നോമ്പ് തുറക്കുമ്പോൾ ആ ഒരു പലഹാരങ്ങളൊക്കെ ഇല്ലേ, പൊന്നാനിയിലെ പലഹാരങ്ങളൊക്കെ ഇങ്ങനെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കും. നല്ല സുഖമായിരുന്നു. ഈ സിനിമ കുറച്ചാണ് നീണ്ടുപോയിരുന്നു. നല്ലായിരുന്നു. അതാണെങ്കിൽ ഞങ്ങളുടെ എപ്പിസോഡ് ഈ കോഫി ഷോപ്പ് എപ്പിസോഡ് ഷൂട്ട് ചെയ്തത് മുരുടേശ്വരത്തായിരുന്നു. അവിടെ നമ്മുടെ ബോസിന്റെ റിസോർട്ട് ഉണ്ട്. അപ്പൊ ആ റിസോർട്ടിൽ തന്നെ റിസോർട്ടിലെ കോഫി ഷോപ്പാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ആ കോഫി ഷോപ്പിനോട് ചേർന്നുള്ള വീട് റൂമുകളിലാണ് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മളെല്ലാം അവിടെ തന്നെയായിരുന്നു. റൂമിൽ നിന്ന് ഇറങ്ങി പോയിട്ട് ഷൂട്ട് ചെയ്യുക, അഭിനയിക്കാൻ, തിരിച്ച് റൂമിൽ. അതിനുശേഷം ക്ഷേത്രങ്ങളിൽ അവിടുത്തെ മുരുദേശ്വരിൽ എല്ലാരും കൂടി പോവുക, ബീച്ചിൽ പോവുക, അങ്ങനെ ഒരുപാട് കറങ്ങിയാട്ടോ. എനിക്ക് പൊന്നാനിയിലായിരുന്നു. തറവാട് വീട്ടിൽ. പക്ഷെ നല്ല കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. അതിനകത്ത് പാട്ടിനൊക്കെ തന്നെ നല്ല എമൗണ്ട് മുടക്കിയിട്ടുണ്ട്. 5 പാട്ടുണ്ട്. വാസുപ്പച്ചൻ സാറിൻ്റെ പാട്ടുണ്ട്, അതിൽ ഷിബു ചക്രവർത്തി സാർ എഴുതിയ പാട്ടുകൾ, അവർ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. ഭയങ്കര രസമായിട്ടാണ് പാട്ടുകളുണ്ട്. അതിൻ്റെ തന്നെ ഒരു കോൺഫിഡൻസ് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് 5 പാട്ടും 5 ഇടത്താണ് ലോഞ്ച് ചെയ്തത്. ഒരു പാട്ട് ഓഡിയോ ലോഞ്ച് 5 സ്ഥലത്ത് ആദ്യമായിട്ട് ഒരു സിനിമ. അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഈ സിനിമയിൽ അദ്ദേഹം കാണിക്കുന്നു. അത് വലിയ കാര്യമാണ്. വലിയ കാര്യമാണ്, പറയാതിരിക്കാൻ പറ്റില്ല. ഈ കുറേ സിനിമകളിൽ 10-9 സിനിമകളിലും വെറൈറ്റി കഥാപാത്രങ്ങൾ പലതും ചെയ്യണം. എനിക്ക് മുമ്പ് പോലീസ് വേഷമാണെങ്കിലും അത് വലിയ ചർച്ച ചെയ്യപ്പെട്ടാണ്. ഒത്തിരി സിനിമകളിലേക്ക് എത്തിപ്പെടാത്തതാണോ അതോ
കഴിയുന്നില്ലേ? എങ്ങനെയാണ്? സിനിമകൾ ഒത്തിരി വരുന്നുണ്ടോ അതോ സെലക്ട് ചെയ്യണോ? എന്നെ സംബന്ധിച്ച് അങ്ങനെ എനിക്ക് സിനിമ വന്നിട്ടില്ല. ഞാൻ ശ്രമിച്ചു കൊണ്ടിരുന്ന ഒത്തിരി വർഷം, എനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ജിത്തു സാറിൻ്റെ പടത്തിൽ ഞാൻ 5 വർഷം സാറിനെ ഫോളോ ചെയ്ത് ഒരു സുപ്രഭാതത്തിൽ 6 മണിക്ക് ഞാൻ സാറിന് ഗുഡ് മോർണിംഗ് അയച്ചു. അതിന് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ഒരു റിപ്ലൈ കിട്ടി. അങ്ങനെയാണ് പെട്ടെന്ന് പോയി സാർ കണ്ടു, ഇങ്ങനെ ഒരു വേഷമുണ്ട് ചെയ്യാം എന്ന് പറഞ്ഞ്. അത് 5 വർഷം എടുത്തു ഞാൻ. 5 വർഷം? തീർച്ചയായും. അങ്ങനെ പടങ്ങളൊന്നും അങ്ങനെ വന്നില്ല. നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, നമുക്ക് പറ്റുന്ന പടം വരുന്നു, നമ്മൾ ഒരു സിനിമയൊന്നും സ്വപ്നമായിരുന്നു? തീർച്ചയായും. ചെറിയ കുഞ്ഞിലെ അതെ, ഞാൻ ക്ലാസിക്കൽ ഡാൻസറാണ്. അപ്പം കുഞ്ഞിലെ ഇതിനോടൊരു പാഷൻ അങ്ങനെ വന്നതാണ്. മൊത്തത്തിൽ 10 സിനിമ എന്ന് പറയുമ്പോൾ 10 വെറൈറ്റി ആയിട്ടുള്ള സിനിമകളായിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്ത സർസിപി ആണ് ഷാജോൻ കാര്യാൽ സാറിന്, അല്ലെ ഹണി റോസിന്റെ സിസ്റ്റർ ആയിട്ടാണ്. അത് ഇതിൽ ഇങ്ങനെ ഒരു അല്ല, അതൊരു സിസ്റ്റർ കൈൻഡ് ഓഫ് അങ്ങനെ ഒരു ഇതായിരുന്നു. എല്ലാം ഡിഫറെൻ്റ് ആയിരുന്നു ഞാൻ ചെയ്തതെല്ലാം. സെലക്ഷൻ എങ്ങനെയാണ്? സെലക്ഷൻ എനിക്കിഷ്ടമാണ്. വെറൈറ്റി, നമ്മൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ സമൂഹത്തിലുണ്ടാകുന്ന ഓരോ ക്യാരക്ടർ ഉണ്ടല്ലോ, അതാണല്ലോ നമ്മൾ സിനിമയിലേക്ക് വരുമ്പോൾ ചെയ്തു പോകുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വന്നാൽ ചെയ്യാൻ ഇഷ്ടമാണ്. ഈ സുധീർട്ടനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ലൊക്കേഷൻ? കാരണം എനിക്ക് കോമ്പിനേഷൻ അതാണ്. കണ്ടില്ല? ഇല്ല, കണ്ടില്ല. ഇന്റർവ്യൂവിനാണ് കാണുന്നത്. ഇന്ന് ഇവിടെ വന്നിട്ടാണ് കാണുന്നത്. പ്രൊമോഷൻ വരുമ്പോഴാണ് കാണുന്നതല്ലേ? അതെ അതെ. അതൊരു തീരാ നഷ്ടമായിരുന്നു. ഞങ്ങൾക്ക് ഗോവയിലും സുധീരേട്ടന് പൊന്നാനിയിലും അങ്ങനെയായിരുന്നു. പൊന്നാനിയിൽ കൊണ്ടത് അത് നമുക്ക് ഇതിന്റെ ഓഡിയോ ലോഞ്ചും ബോംബെ പോണല്ലേ? ഓരോന്നും നമുക്കിവിടെ ഡേറ്റിൻ്റെയും കൂടെ നോക്കി. അതെ അതെ. ഈ പറഞ്ഞ പോലെ സുധീരേട്ടൻ ചെയ്തു വെച്ചാൽ ഒത്തിരി കഥാപാത്രങ്ങൾ ക്രൂരനായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ലവനായിട്ട് ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞ പോലെ മണ്ടനായ ഒരു അച്ഛൻ ഉപ്പ എന്ന നിലയിൽ ചെയ്തിട്ടുണ്ട്. ഈ വെറൈറ്റി കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ സുധീരേട്ടനെ സംബന്ധിച്ച് കുറച്ച് റിസ്ക് ഉണ്ട്. ചില സ്ത്രീകളെയൊക്കെ ഉപദ്രവിക്കുന്ന കഥാപാത്രം. എനിക്ക് തോന്നുന്നു, എനിക്ക് ആ സിനിമയുടെ പേരുണ്ട്, ഒരു പോലീസ് ഓഫീസറായിട്ട് ആലപ്പുഴ ഈ പറഞ്ഞ സർസിപി, അതിനകത്ത് തന്നെ വലിയ ക്രൂരനായ ഒരു പോലീസ് ഓഫീസർ, ഇങ്ങനെയൊക്കെ കഥാപാത്രം ചെയ്തപ്പോൾ പിന്നീട് ഇറങ്ങിക്കഴിയുമ്പോൾ ആ സിനിമ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണ് സുധീരേട്ട് സ്വാഭാവികമായിട്ടൊരു ഫീൽ ചെയ്യാറുള്ളത്? ഇല്ല, കഥാപാത്രങ്ങളാണ് ശരിക്കും സത്യം പറഞ്ഞാൽ. അല്ല, അങ്ങനെ ഞാൻ പറയുന്നത് ക്യാരക്ടേഴ്സ് നോക്കി കഴിഞ്ഞാൽ അങ്ങനെ ഒരു 10-15 പടമേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഞാൻ 220 പടം അഭിനയിച്ചെങ്കിൽ അതിനകത്ത് ആ പടം ഒരു 10-15 ക്യാരക്ടേഴ്സ് അങ്ങനെ ചെയ്തിട്ടുള്ളൂ. നെഗറ്റീവ് ക്യാരക്ടേഴ്സ് മിക്കവാറും എപ്പോഴും ഫോക്കസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. കായിക ഇറ്റ്സ് എ നെഗറ്റീവ് ആണെങ്കിൽ അത് ഫോക്കസ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. നെഗറ്റീവ് ക്യാരക്ടേഴ്സ് പെട്ടെന്ന് ഫോക്കസ് ചെയ്യപ്പെടുന്നു. നല്ലവൻ അങ്ങനെ ഫോക്കസ് ചെയ്യാൻ വളരെ പാടാണ്. ഒരു സിനിമയിൽ ഒരു കള്ളനും പോലീസും തമ്മിൽ അടിയാണെങ്കിൽ ആദ്യം പ്രേക്ഷകനെല്ലാവരും ആദ്യം കള്ളൻ്റെ കൂടെ ആയിരിക്കും ഫസ്റ്റ് കുറച്ച് സമയം നിൽക്കുക. അതൊരു ഹ്യൂമൻ ടെൻഡൻസിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഈ സ്ത്രീകളെ ഉപദ്രവിക്കുക അത്തരത്തിലെ ക്യാരക്ടേഴ്സിനോടൊന്നും ജീവിതത്തിലും അങ്ങനത്തെ താല്പര്യങ്ങളൊന്നും അങ്ങനത്തെ പുലർത്തുന്ന ഒരാളല്ല നമ്മൾ. കാരണം ബിക്കോസ് കുട്ടികളെയും സ്ത്രീകളെയും അങ്ങനത്തെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള ഒരു മനോഭാവത്തോടെ ജീവിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരുമ്പോൾ തീർച്ചയായിട്ടും ആ വിധ ക്യാരക്ടേഴ്സും നമ്മൾ ഉൾക്കൊള്ളാൻ ബാധ്യസ്ഥനാണ് എന്നുള്ളതാണ്. ജീവിതം എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. ഒരു മനുഷ്യന് നന്മയും തിന്മയും ഉണ്ട്. അപ്പോൾ തിന്മകളിൽ നമ്മൾ ക്യാരക്ടേഴ്സായിട്ട് വരുമ്പോൾ സന്തോഷമാണ്. അച്ഛൻ്റെ ഒരു പാതയുണ്ട്, അച്ഛൻ്റെ ഒരു അഭിനയ സ്റ്റൈലുകളും ആ ഒരു കുടുംബ മഹിമയും ഒക്കെ ഉണ്ടല്ലോ. ആ ഒരു കഥാപാത്രങ്ങളിൽ നിന്നും വേറിട്ട കഥാപാത്രങ്ങളാണ് എനിക്ക് തോന്നുന്നത് സുധീരേട്ടൻ്റെ കയ്യിലേക്ക് വന്ന് പെടുന്നതെല്ലാം. അത് അച്ഛൻ്റെ അതേ രീതിക്ക് കുറേ കഥാപാത്രങ്ങൾ ചെയ്യും, അങ്ങനെയൊക്കെ തോന്നാറില്ലേ? അല്ല, എനിക്ക് തോന്നുന്നത് അത് സ്ക്രിപ്റ്റിൽ വരുന്ന മാറ്റങ്ങളാണ്. നമുക്ക് കാണുമ്പോൾ അറിയാൻ കഴിയും. 60കളിലെ സ്ക്രിപ്റ്റ് അല്ല 80കളിലോ 90കളിലോ വന്ന 90കളിലെ സ്ക്രിപ്റ്റ് അല്ല ഇപ്പോൾ 2020 ഒക്കെ വരുന്നത്. സ്ക്രിപ്റ്റിൻ്റെ ആയ ഒരുപാട് ചേഞ്ച് ഉണ്ട്. ഇന്നൊരു നെൽപ്പാടം കാണിക്കാനോ അല്ലെങ്കിൽ ഒരു കർഷകനെ കാണിക്കാനോ അങ്ങനത്തെ ക്യാരക്ടേഴ്സോ അങ്ങനത്തെ ഒന്നും ഇന്ന് വരാറില്ല എന്നുള്ള. ഇന്നത്തെ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നത് എന്താണോ അതിനനുസരിച്ച് നമ്മൾ മൂവ് ചെയ്തേ പറ്റും. വി ഷുഡ് മൂവ് വിത്ത് ദി ന്യൂ ജനറേഷൻ. അപ്പോൾ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നല്ല ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ അച്ഛൻ ചെയ്തതുപോലെ ചില പവിത്രമായ ക്യാരക്ടേഴ്സ് ആഗ്രഹമില്ലാത്തതുകൊണ്ടൊന്നുമല്ല, വരണ്ടേ? ഇല്ലല്ലോ സിനിമയിൽ അങ്ങനത്തെ ആ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് വളരെ കുറവല്ലേ, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ കഴിയും. അല്ല, സിനിമ ഇപ്പോൾ ഏത് രീതിക്കാണ് വിജയിക്കുന്നത് നമുക്ക് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഏത് ടൈപ്പ് സിനിമയാണ് വിജയിക്കുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഫോർമുല ഇപ്പോൾ പറയാനില്ല. പണ്ടൊരു ഫോർമുല ഉണ്ടായിരുന്നു, ഇപ്പം അങ്ങനെ ഒരു ഫോർമുല അങ്ങനെ ആർക്കും പറയാൻ പറ്റില്ല. 100%. അതൊരു വലിയൊരു ചലഞ്ചാണ് കേട്ടോ. സിനിമ അഭിനയിക്കുന്നവർക്കും നിർമ്മാതാക്കൾക്കാണെങ്കിലും പ്രൊഡ്യൂസറാണെങ്കിലും ഏത് സിനിമയാണ് പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അതൊക്കെ ഓലിനൊക്കെ ശരിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ? തല്ലുമാല വേറെ ടൈപ്പിൽ വരുന്നു, അടുത്ത സിനിമ വേറെ ടൈപ്പിൽ വരുന്നു അല്ലേ? ഒന്ന് ആലോചിക്കുക, തല്ലുമാല പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് വരുന്ന സിനിമ ചിലപ്പോൾ ഏറ്റെടുക്കാത്ത അവസ്ഥ വരുന്നു. അതിലും നല്ലതാണ് നമ്മൾ സ്വയം വിശ്വസിക്കുകയാണ്. പക്ഷേ
പ്രഷർ എങ്ങനെയാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ വരുന്നില്ലേ? അഭിനയിക്കാൻ പോകുമ്പോഴും ആ ഒരു ചിന്താഗതി ഗൂഗിളിലൊക്കെ ഉണ്ടാകാം. പിന്നെ നമ്മൾ അങ്ങനെയുണ്ട്. ഏത് തരത്തിലുള്ള പരിപാടി ചെയ്താലാണ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുക എന്നുള്ള ഒരു ചലഞ്ച് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കഥാപാത്രത്തിനനുസരിച്ച് നമ്മൾ അതനുസരിച്ച് പിന്നെ അവർക്കും ഒരു ധാരണ ഉണ്ടല്ലോ, റൈറ്റർക്കും ഡയറക്ടർക്കും ഒരു ഇതുണ്ടല്ലോ, അതിൻ്റെ മേലെ നമ്മൾ വർക്ക് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ചലഞ്ച് ഉണ്ട്. ഇപ്പോൾ ഈ ഗൂഗിൾ ഈ പറഞ്ഞ കുറേ സിനിമകൾ ചെയ്തു, ഗൂഗിളിൽ നിന്നും മനസ്സിൽ എപ്പോഴും ഓർത്തു വയ്ക്കുന്ന കഥാപാത്രങ്ങൾ ഏതായിരിക്കും? അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ചെയ്ത എല്ലാ കഥാപാത്രങ്ങളും എനിക്കിഷ്ടമാണ്. ഞാൻ ഇഷ്ടപ്പെട്ടിട്ടാണ് കഥാപാത്രം ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തൊരു പർട്ടിക്കുലർ കഥാപാത്രം ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചെറിയ ഒരു സീനുള്ള സിനിമകൾ ചെയ്തിട്ടുണ്ട് ഞാൻ, 10 സീനുള്ള സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സീനുള്ള എല്ലാം അഭിനയിച്ചാലും 10 സീനിൽ വെച്ചാലും ആ ചെയ്ത കഥാപാത്രങ്ങളെല്ലാം എനിക്ക് പ്രിയപ്പെട്ടതാണ്. അപ്പോൾ പ്രേക്ഷകർക്കും ചിലപ്പോൾ സിനിമയ്ക്കും അത് ചെറിയ ക്യാരക്ടറാണെങ്കിലും അതെല്ലാം എനിക്ക് ഗൂഗിളിലെ ആളങ്കൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് ഏത് ഓർമ്മിപ്പിക്കാൻ പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാവും. എല്ലാ സിനിമയും ഞാൻ ആസ്വദിച്ച് ഞാൻ 100% ആത്മാർത്ഥത കാണിച്ച് തന്നെയാണ് ചെയ്യുന്നത്. എത്തരം സിനിമകൾ ചെയ്യാനാണ് എപ്പോഴും ഗൂഗിളിൽ നമുക്ക് കഥാപാത്രങ്ങൾ ഏതുവായാലും നമ്മൾ ചെയ്യും. പക്ഷെ നമ്മുടെ മനസ്സിൽ എത്തരം സിനിമകൾ ചെയ്താലാണ് എനിക്ക് എപ്പോഴും കംഫർട്ട് എന്ന് തോന്നാറുള്ളൂ? ഇല്ല, എനിക്ക് സിനിമ അഭിനയിച്ചാൽ മതി. എനിക്ക് ഏത് ജോണ്ടർ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ജോണ്ടർ സിനിമ അങ്ങനെ അഭിനയിക്കണമെന്നില്ല. എനിക്ക് സിനിമ അഭിനയിക്കണം. അത് കഥ കേട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ സിനിമ കേൾക്കും. അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും നോക്കാറില്ല. ഏതായാലും അപ്പം അങ്ങനെ സെലക്റ്റീവ് ആണെന്ന് വെച്ചാൽ സെലക്റ്റീവ് ഒന്നുമില്ല. എനിക്ക് കേൾക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ആ സിനിമ ഞാൻ ചെയ്യും. ഏത് കഥാപാത്രം നമ്മുടെ കഥാപാത്രം നമുക്ക് ആ സിനിമയ്ക്ക് വേണ്ടതാണ് ചോദിച്ചാണ് തോന്നി എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ഏത് സിനിമയും ഏത് ക്യാരക്ടറും ചെയ്യും. ഈ ഗോകുലൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നു. ഗോകുലിൽ നിന്നൊക്കെ എന്താണ് പാഠം പിടിച്ചത്? ഇവരൊക്കെ കുറെ എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെയാണ്. തീർച്ചയായും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഞങ്ങൾ കോമ്പിനേഷൻ വന്ന് അമ്പി, ഗോകുലേട്ടൻ, ശ്രവണ, ഇതിലെ ഹീറോയിൻ ശ്രവണ, ഞങ്ങളെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇവരിൽ നിന്നാണ് ശരി കുറേ കാര്യങ്ങൾ ഞങ്ങൾ കണ്ടുപിടിക്കുന്നത്. സ്പോട്ടിൽ ഓരോ ഡയലോഗ് പറയുന്ന മീൻസ് ഇവർ കോമഡിയാണ് കൂടുതലും വർക്കൗട്ട് ആയിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ റീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ കുറെ റീൽസ് ഉണ്ട്. ഹീറോയിൻ അങ്ങനത്തെ ഒരു കുട്ടിയാണ്. ഹീറോയിന്റെ ക്യാരക്ടർ അങ്ങനെ റീൽസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ കുറെ റീൽസ് നമുക്ക് സിനിമയിൽ അഭിനയിക്കേണ്ടി വന്നു. സാധാരണ നമുക്ക് വേണ്ടി അപ്പം ഞങ്ങൾ ചെല്ലുമ്പോൾ ഇവർ ഭയങ്കര പോസിറ്റീവ് വൈബാണ്, ഭയങ്കര ഹാപ്പി ആയിട്ട്. അപ്പം ഞങ്ങൾക്ക് ഒരു പുതിയൊരാളെ കാണുന്നു, അല്ലെങ്കിൽ പുതിയൊരു ആർട്ടിസ്റ്റ്, സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ കാണുന്നു എന്നുള്ള ഫീൽ കിട്ടില്ല. അപ്പൊ തന്നെ ഞങ്ങൾ ഓക്കെയോ സെറ്റാണ്, സെറ്റിൽ ഓൾറെഡി. അത് വലിയ ഗുണമായിട്ടുണ്ട്. അന്നുണ്ടായ ഒരു അനുഭവം, രസകരമായ ഒരു മുഹൂർത്തം ഓർക്കാൻ പിന്നെ ഏത് ഓർക്കും? ലൊക്കേഷൻ ഉണ്ടായ ഒരു അനുഭവം എനിക്ക് തോന്നുന്നു നോമ്പ് തുറക്കുന്ന സമയത്ത് നോമ്പ് പിടിച്ച ആൾക്കാരെയും കാട്ടി കൂടുതൽ ഫസ്റ്റ് അവിടെ ഫുഡ് കഴിക്കാൻ എത്തുന്ന ഞങ്ങളൊക്കെ ആയിരിക്കും. അതാണ് തീർച്ചയായും ഞങ്ങളാണ് ഞങ്ങളിവിടെ എല്ലാം കഴിച്ചിട്ടുണ്ടാവും. അതാണ് ബെസ്റ്റ് അനുഭവം. ഫ്രീ ആയിട്ടുള്ളൊരു അനുഭവം പറയാന്ന് വെച്ചാൽ ഞങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയുടെ പ്രൊമോഷൻ ഒക്കെ കിട്ടി. അപ്പൊ ഞങ്ങൾ ഒരു വണ്ടിയിലാണ് പോകുന്നത്. എല്ലാവരും എങ്ങനെ വണ്ടി എന്ന് വെച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞാനൊക്കെ പറഞ്ഞു എല്ലാവർക്കും ഒരു വണ്ടി ഇടാം, എല്ലാവരും പല വണ്ടി പോയത് ഒരു വണ്ടിക്ക് പോകാം. ആ ഒരു വണ്ടിയിൽ പോയി ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഏതൊരു തമാശ ശ്രേയക്ക് ഹേർട്ട് ചെയ്തു, ശ്രേയ കരഞ്ഞു. പിന്നീട് ഞാൻ പറഞ്ഞതൊക്കെ തമാശ പിന്നെ ശ്രീയോട് പറഞ്ഞു മനസ്സിലാക്കുമ്പോൾ തമാശ അതിനുശേഷം കുറച്ചുകൂടി തമാശ രീതിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല ശ്രേയക്ക്. അല്ല, അത് ഞാൻ സോറി പറഞ്ഞു. നമ്മളിപ്പോൾ തമാശയാണെങ്കിലും ഒരാളെ ഹേർട്ട് ചെയ്യാൻ പാടില്ല എന്ന് എനിക്കറിയാം. ഞാൻ പ്രതീക്ഷയില്ല ശ്രേയൊക്കെ ഫീൽ ചെയ്തു. പക്ഷേ ശ്രേയുടെ ഞാൻ സോറിയും പറഞ്ഞു. വൺസ് അഗൈൻ തമാശ വെളിപ്പെടുത്താവുന്നതാട്ടെ. ഇനി ആൾക്കാർ എന്താണ് ഗോകുല് മോശപ്പെട്ടൊന്നും വരില്ല, മോശപ്പെട്ടതല്ല നമുക്കറിയാം. അല്ല, ഒരു തമാശ എപ്പോഴും തമാശ വന്ന് പറയുന്ന ആളിനും കേൾക്കുന്ന ആളിനും അത് രസിക്കുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ ശരിയാവും. അപ്പൊ അതെനിക്ക് മനസ്സിലായി. ഞാൻ അത്രയും ഫീൽ ചെയ്യിപ്പിക്കാം, ഹേർട്ട് ചെയ്യിച്ചു മനസ്സിലായി. അപ്പൊ തന്നെ സോറിയും പറഞ്ഞു. പക്ഷെ അതിനുശേഷം ഞങ്ങൾ നല്ല സൗഹൃദം, കട്ട ഫ്രണ്ട്സായി. ഗോകുലൊന്നും അങ്ങനെ ആരെയും ചിത്രീകരിക്കുന്ന ആളല്ലോ. കാര്യങ്ങൾ തുറന്നടിച്ച് പറയുന്ന ഒരു വ്യക്തി, അതെനിക്ക് കൃത്യമായിട്ട് അറിയാം. അത് കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയും. അത് ശ്രേയനെ കോർണർ ചെയ്ത് പറഞ്ഞല്ല, ജനറലി ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോ എന്തോ ശ്രേയയിലേക്ക് ആയിപ്പോയി. അത് വിട്ട് പക്ഷെ അത് അവിടെ വെച്ച് തീർന്നു. പക്ഷെ ഗൂഗിളിൽ പറയണമെന്ന് തോന്നിയായിരുന്നു, അതുകൊണ്ട് മാത്രം ഗൂഗിളിൽ പറഞ്ഞാണ്. അത് ഞാൻ ചെയ്തത് തെറ്റാന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ സോറി പറഞ്ഞത്. അതാണ് ഗൂഗിള്. ഞാൻ പറഞ്ഞില്ല, ഗൂഗിള് ഓപ്പൺ ആയിട്ട് കാര്യം പറയുന്ന ആളാണ്. ഞാനൊക്കെ ഫോൺ ചെയ്യാറുണ്ട്, അപ്പോൾ എനിക്കിന്ന് വരില്ല കേട്ടോ, അല്ലെങ്കിൽ നാളെ വരാണ്ട് ചേട്ടാ, ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറയുന്ന ആളാണ്.
എനിക്ക് ഇനിയിപ്പോൾ പുതിയ ഇന്റർവ്യൂവിൻ്റെ ഒന്നും എനിക്ക് ഈ തവണ പറയാനില്ല എടുക്കാം. പിന്നെ നമുക്ക് നോക്കാമല്ലോ എങ്ങനെ ഓപ്പണായിട്ട് ചില ആൾക്കാർ ഞാൻ വരാൻ കേട്ടോ എന്നിട്ട് വരാതിരിക്കുന്നു. ഇത് പറയുന്നതുമായിട്ട് വ്യത്യാസമുണ്ട്. അതാണ് ഗോകുലിനെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കഥാപാത്രം എന്ന് പറയുന്നത്. ഓപ്പണായിട്ട് കാര്യം പറയും. അങ്ങനെ പറയുമ്പോഴാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ പിള്ളേര് കൂട്ട് ഇങ്ങനെയൊക്കെയാണല്ലേ അല്ല സുധീർ നേരത്തെ പറഞ്ഞ പോലെ സീനിയർ ആണെങ്കിലും നല്ല ജെല്ലായിട്ട് ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അല്ല ഇണങ്ങിയും പിണങ്ങിയും നിൽക്കുന്ന ലൊക്കേഷനിലോ എനിക്കറിയാം. എത്രയോ ലൊക്കേഷനിൽ പോയിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കാൻ വരെ പോയിട്ടുള്ള കഥാപാത്രം നമുക്ക് പലപ്പോഴും യോജിച്ചില്ലെങ്കിൽ പോലും മനഃപൂർവ്വം യോജിച്ച് നിൽക്കുമല്ലോ നമ്മൾ. അങ്ങനെ നിൽക്കാറുണ്ട്. മനസ്സുകൊണ്ടില്ല, ശരീരം അവിടെ വെച്ചു കൊടുക്കുവാണ് വെറുതെ അല്ലെ. മനസ്സ് അവിടെ ആയിരിക്കും, ശരീരം ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കാം എന്നുള്ള അങ്ങനെ നിൽക്കേണ്ടി വരും. ഒത്തിരി ഉണ്ടായിട്ടുണ്ട് മനുഷ്യന്. ഇനിയിപ്പം ഈ കുറെ കഥാപാത്രം ചെയ്ത് നമ്മുടെ മനസ്സിലിണങ്ങിയ കഥാപാത്രങ്ങൾ വന്നും പോയി നിൽക്കുകയാണ്. സുധീരന്റെ യാത്രയിൽ കുറെ കഥാപാത്രങ്ങൾ ഇനിയും വേണം അല്ലേ? അല്ല, നമുക്ക് വി ആർ തേഴ്സ്റ്റ് ഓഫ് ഇറ്റ്. നമുക്ക് അതിങ്ങനെ ദാഹമാണ്. നല്ല നല്ല കഥാപാത്രങ്ങൾ ഇനിയും കിട്ടണം, ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അത് കിട്ടണം. അത് അവസാനം വരെയും അതിൻ്റെ കൊതി തീരത്തില്ല. അത് വേണം എന്നുള്ളതാണ്. ചെയ്യാത്തത് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ആഗ്രഹം വളരെയധികം ഉണ്ട്. അതിന് സംവിധായകരും രചയിതാക്കളും അതിനുള്ള അവസരം തരണമെന്ന് മാത്രമേ ഉള്ളൂ. മുസ്ലിം കഥാപാത്രം ഒത്തിരി ചെയ്തിട്ടുണ്ട്. മുസ്ലിം ഞാൻ ആദ്യം ചെയ്യുന്നത് തന്നെ കായികയാണ്. കായികയ്ക്ക് ശേഷം ഒരുപാട് ചെയ്തു. പക്ഷെ അതെല്ലാം ഓരോരോ ഷെയ്ഡാണ്. എല്ലാം ഒന്നുപോലെയല്ല. പോലീസ് കഥാപാത്രങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, കള്ളം ചെയ്തിട്ടുണ്ട്, അത്തരത്തിലുള്ള ഒരുപാട് ജോണർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ മതത്തിൻ്റെ ഇത് പറയുകയാണെങ്കിൽ മുസ്ലിം ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഹിന്ദുവിലെ അമ്പലത്തിലെ ഹനുമാൻ കോവിലിലെ പോറ്റിയായിട്ട് ശ്രീ എബ്രിഡ് ഷൈൻ്റെ പടത്തിൽ ചെയ്യാൻ പറ്റി. പള്ളിയിലച്ഛനായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ മതത്തിൻ്റെയും ക്യാരക്ടേഴ്സിനെ ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതൊക്കെ വലിയ വലിയ ഇഷ്ടമായിട്ടുള്ള കാര്യമാണ്. പല പല ഡയറക്ടർമാരാണ്. ഈ ഡയറക്ടർമാരിൽ നിന്നും കുറേ പാഠങ്ങൾ. തീർച്ചയായിട്ടും ഡയറക്ടർ പറയുന്നതിനോടാണ് നമ്മൾ നിൽക്കുക. നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്ന് ഡയറക്ടർ പറഞ്ഞാൽ മാത്രമേ ഞാൻ അതിലേക്ക് ഇറങ്ങാൻ താല്പര്യപ്പെടത്തുള്ളൂ. നമ്മളുടെയായ ഇൻപുട്സ് അവിടെ നമ്മൾ ആ ക്യാരക്ടർ ഉൾക്കൊള്ളുക, നമ്മൾ ഡയറക്ടർ പറയുന്നതിൽ ആ മൂഡ് ക്രിയേറ്റ് ചെയ്യുക. അതല്ലാതെ നമ്മളവിടെ ഇമ്പ്രവൈസ് ചെയ്യണമെന്നോ എന്തെങ്കിലും ഡയറക്ടർ ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രം ഐ ഡോണ്ട് വാണ്ട് ടു ഡയറക്ടറിനെ സൂപ്പർഇമ്പോസ് ചെയ്തോ അല്ലെങ്കിൽ അതിൻ്റെ മോളിൽ കയറിയോ പോകണമെന്നുള്ള താല്പര്യം എനിക്കില്ല. അങ്ങനെ പിടിച്ച് നിൽക്കും. ഡയറക്ടർ പറയട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുക. എല്ലാ സിനിമയ്ക്കും അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെയാണ്. അങ്ങനെ അല്ലാതെ വരുമ്പോഴാണ് നമുക്ക് ശ്വാസം മുട്ടൽ ചിലപ്പോൾ ഉണ്ടാവുക. ഡയറക്ടർക്ക് പോലും ആ ക്യാരക്ടറിന് പിടുത്തം കിട്ടാതെ നിൽക്കുന്ന സമയം വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരും. വലിയൊരു പോയിന്റാണ് അല്ലേ? ഇപ്പോൾ ആർക്കാണെങ്കിൽ ഉണ്ടാവുന്നതാണ് അത്. ഇവരെപ്പോലെ ഒരു സീനിയർ ഉണ്ടാവും. പുതുമുഖങ്ങൾ വരുമ്പോൾ തന്നെ ചിലപ്പോൾ വിട്ടുപോകും. അവർക്ക് ഒരു പിടുത്തം കിട്ടാത്ത ക്യാരക്ടർ ഡയറക്ടറും കിട്ടുന്നില്ല, വരുന്നവർക്കും കിട്ടാത്ത ഒരു അവസ്ഥ ആ സിനിമ തന്നെ പരാജയത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുണ്ടല്ലേ? ഉണ്ട്, ഇല്ലെന്ന് പറയല്ല. പറയണത് ശരിയല്ല ആരാണെന്നൊന്നും. പക്ഷെ ഉണ്ട്. അതൊക്കെ എങ്ങനെ പിന്നെ തീർക്കാൻ പറ്റിയിട്ടുണ്ട് സുധീരേട്ടാ? തീർക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അവിടെ രചയിതാവ് അല്ലെങ്കിൽ റൈറ്ററിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് വളരെയധികം ഉണ്ടാവും. അപ്പോഴും സോൾവ് ചെയ്യാൻ പറ്റും. അവർ ആക്റ്റീവ് ആവും. അപ്പോൾ തന്നെ ഈ സ്ക്രിപ്റ്റുകൾ ചില സമയത്ത് അത് ഡയറക്ടറിൻ്റെ മിസ്റ്റേക്ക് ആവണമെന്നില്ല. എല്ലാവരും മനുഷ്യരാണ്. ചില സമയത്ത് അവരുടെ കോൺസെൻട്രേഷനിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാകുന്നതുകൊണ്ടാണ്. അല്ലാതെ ഒരിക്കലും ഐ നെവർ ബ്ലെയിം ദി ഡയറക്ടർ. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും. എല്ലാവരും ഒരേ സമയം 24 hours ഇങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കുന്നതല്ല. ചിലപ്പോൾ ഷാർപ്നെസ് കുറയുമ്പോൾ അതിലുണ്ടാകുന്നൊരു ഡിഫക്റ്റായിട്ട് എനിക്ക്. ഈ സ്പോട്ടിൽ ചിലപ്പോൾ സ്ക്രിപ്റ്റുകൾ മാറ്റങ്ങൾ സംഭവിക്കും. നമ്മൾ കൊണ്ടുവന്ന സ്ക്രിപ്റ്റ് നമ്മൾ പഠിച്ച സ്ക്രിപ്റ്റ് പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിക്കും. അങ്ങനെ വരുന്ന സമയത്ത് സുധീരേട്ടൻ എന്നുള്ളൊരു സീനിയർ ഒരു ആക്ടറിന് എന്തായിരിക്കും തോന്നുന്നത്? പെട്ടെന്ന് അല്ല, മാറ്റം വരുന്നത് ചിലപ്പോൾ ചെയ്യേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും മാറ്റിയേ പറ്റൂ. നല്ലതിനാണെങ്കിൽ തീർച്ചയായിട്ടും ചർച്ച വരും. ഇത് അത് വേണ്ടതാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചാൽ നമുക്ക് മാറ്റാൻ സമ്മതിക്കാവും. പിന്നെ തീർച്ചയായിട്ടും അത് എൻ്റെ പൂർണ്ണ റൈറ്റ് ഡയറക്ടർക്ക് തന്നെയാണല്ലോ. അപ്പോൾ ഡയറക്ടർ അങ്ങനെ ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മളത് ചെയ്യണം. നല്ലതിന് വേണ്ടിയാണെന്ന് അറിയുമ്പോൾ നമുക്ക് സന്തോഷമേ തോന്നത്തുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ ഒരു ഫിലിം മേക്കിങ്ങിൽ ഏറ്റവും വലുതെന്ന് വെച്ചാൽ ദർ വിൽ ബി ഓപ്പൺ ഡിബേറ്റ്. ഡയറക്ടർ തന്നെ അത് ഒരു ഡിബേറ്റിലേക്ക് തന്നെ അത് ഇടുകയാണ് സാധാരണഗതിയിൽ. നമുക്കിങ്ങനെ ഇത് മാറ്റുന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായത്തെക്കുറിച്ചൊരു ചർച്ചയിലേക്ക് തന്നെ അവിടെ ഇടുന്നുണ്ട്. ഡയറക്ടർക്കൊരു കൺക്ലൂഷൻ ഉണ്ടാവാം, ഹി വിൽ ബി ഹാവിങ് ഇൻ ഹിസ് മൈൻഡ്. പക്ഷേ ഒരു ഡിബേറ്റിന് തയ്യാറാണ്. അതുകൊണ്ടാണല്ലോ സിനിമകളുടെ എണ്ണം കുറയുകയല്ലേ, ക്വാളിറ്റി കൂടുകയല്ലേ ചെയ്യുന്നത്. എണ്ണം കുറയുന്നു, ക്വാളിറ്റി കൂടുന്നു. ഇന്നത്തെ മലയാള സിനിമ എന്ന് പറയുന്നത് ഇന്ത്യയിലെ പാൻ സിനിമകളിൽ ഏറ്റവും മുൻപന്തിയിലേക്ക് എത്തുന്നതിന് കാരണം തന്നെ അത് തന്നെയാണ്.
എല്ലാ ലാംഗ്വേജിലുള്ളവർക്കും താല്പര്യം മലയാളത്തിൽ അഭിനയിക്കാനാണ്. അതിന് കാരണം തന്നെ ക്വാളിറ്റി വൈസ് ഒരു ഓപ്പൺ ഡിബേറ്റിന് ശേഷമാണ് ഒരു സ്ക്രിപ്റ്റ് ഫൈനലൈസ് ചെയ്യുന്നത്. നമ്മളടുത്ത് എത്തുന്നതിന് മുമ്പ് എത്രമാത്രം അത് ഡിസ്കഷൻ കഴിഞ്ഞതായിരിക്കും. എത്രയോ ചർച്ചകൾ കഴിഞ്ഞിട്ടായിരിക്കും ഫൈനൽ വരുന്നത്. ഈ സിനിമയ്ക്കും അത് തന്നെയാണ് സംഭവിച്ചിട്ടുണ്ട്. ബെസ്റ്റി എന്ന് പറയുന്ന വാക്ക് തന്നെ നമുക്കറിയാവുന്നതാണ്. എവിടെയാണ് ഒരു കൂട്ടുകാരനാണോ കാമുകിയാണോ അതിൻ്റെ മുകളിലാണോ എവിടെ എന്നുള്ളതിൻ്റെ ഈ സിനിമയ്ക്ക് തന്നെ ഒരുപാട് തരത്തിൽ ഡയലോഗ് ഓൺ ദ സ്പോട്ട് ചേഞ്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ചെയ്തത് റീഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത്രത്തോളം ഇതിനു വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഡയറക്ടർ. അതുകൊണ്ട് തന്നെയാണ് ഇത് രസമായിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. പാട്ടുണ്ട്, നല്ല പാട്ട്, നല്ല പാട്ടുണ്ട്, ഫൈറ്റ് ഉണ്ട്. ഇറങ്ങിയ പാട്ട് എനിക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് സിനു പറഞ്ഞിട്ട് ഞാൻ ഡാൻസ് ഇന്നുവരെ ചെയ്യാത്ത ആളെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിച്ചു. ഷഹീൻ ഒരിക്കലും ഡാൻസ് ചെയ്യില്ലേ, ഞാൻ ചെയ്യേണ്ട പക്ഷേ ഞാൻ രാവിലെ തൊട്ട് പ്രാക്ടീസ് ആണെന്ന് പറഞ്ഞ സ്റ്റെപ്പ്. അല്ല, അത് മാത്രമല്ല ആ പാട്ട് കേട്ടു നോക്കണം. നല്ല കോസ്റ്റിലായിരിക്കുന്നത്. മോശ ഇതുവരെ സ്റ്റണ്ടിലേക്ക് പറഞ്ഞ മോശ സ്റ്റണ്ട് ഷൈൻ ഡാൻസ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്ത് എന്നോട് പറഞ്ഞ ഡാൻസ്. അപ്പോൾ ഓരോരുത്തർക്കും അതിന്റെ കഴിവുകൾ ശരിക്കും പ്രകടിപ്പിക്കാൻ പറ്റിയ ഒരു സിനിമ കൂടെയായിരുന്നു അത്. എല്ലാവരും ഇതിലേക്ക് കറക്റ്റ് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഡയറക്ടർ. ഡാൻസ് ചെയ്യണം എന്ന് ഡയറക്ടർ പറഞ്ഞ കറക്റ്റായിട്ട് ചെയ്യണം. കുളു മണാലിയിൽ വരെ പോയി ഷൂട്ട് ചെയ്യാൻ, കുളു മണാലിയിൽ വരെ പോയി ഷൂട്ട് ചെയ്തിരിക്കുക. എന്നൊരു യാത്രയായിരുന്നു സിനിമ. ഇതിലിനി നല്ല കൂട്ടുകാരെ തെരഞ്ഞെടുക്കാനാണ്. അല്ല, ഞാൻ ഡാൻസിലൊന്നും ഇല്ല, അവിടെ ഒന്നും പോയില്ല. ഒപ്പന പാട്ടിലെങ്കിലും കയറായിരുന്നു. ഒരു ഒപ്പന വെച്ചാൽ മതിയായിരുന്നു. പാട്ടിലുണ്ട്, അതിലുണ്ട്. അല്ല അവിടെ കുളുമണാലിയിൽ ഒരു ഇടായിരുന്നു. മനഃപൂർവ്വം ഡയറക്ടറൊക്കെ ഒഴിവാക്കിയാണെന്ന് നമുക്ക് പിന്നീട് വെക്കണം. സിനിമയിൽ എന്തെങ്കിലും കുഴപ്പമില്ല, ഷൂട്ട് ചെയ്യായിരുന്നല്ലേ? അതെ, തൂക്കിക്കോട്ടെ, അവിടെ ഒന്ന് കൊണ്ടായാൽ മതിയായിരുന്നു. പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നും പോകാത്തതിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇല്ല, അതിനുശേഷം ഉടൻ തന്നെ അക്ബർ ട്രാവൽസിൽ ഞാൻ പോയായിരുന്നു. കാശ്മീരൊക്കെ പോയല്ലേ? അപ്പൊ പ്രശ്നമില്ല, നിരാശനല്ല. എന്തായാലും ബെസ്റ്റായിട്ട് മാറണം ഈ സിനിമ അല്ലേ? കഴിയുന്നത് മമ്മൂക്കാടെ സിനിമ 23-ാം തീയതി, 24-ാം മമ്മൂക്കാടെ മരുമകന്റെ പടം. അതാണ് ഇന്നലെ പറഞ്ഞ ടാഗ്ലൈനാ. മമ്മൂക്കാനെ കാണാൻ കഴിയാതെ ടിക്കറ്റ് കിട്ടാൻ ബാക്കിയുള്ളവർ നേരെ മമ്മൂക്കാടെ മരുമകനെ കാണാൻ കയറിക്കൊള്ളാനാണ് സിനിമ. ഭാസ്കറായിട്ട് നല്ല കോമ്പിനേഷൻ ഉണ്ട് എനിക്ക് ഈ പടത്തിൽ. നല്ല രസകരമായിട്ട് വരുന്ന നല്ല കോമ്പിനേഷൻ സീൻസ് ഉണ്ട്. അതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് പടത്തിന് നല്ല പോസിറ്റീവ് പറയാനുള്ള കാരണം. ഓരോ സിനിമകളിൽ നീ ഇറങ്ങാനുള്ള വള എന്ന് പറഞ്ഞ വള ഈ ധ്യാൻ ശ്രീനിവാസനും ലുക്മാനും കുട്ടേട്ടനും മറ്റേ മുഹാഷിൻ എന്ന് പറഞ്ഞിട്ട് കഠിനകടോരമ കണ്ടകടാഹൻ ചെയ്ത ഡയറക്ടറുടെ പടം. പിന്നെ ഒരു KSFDCൻ്റെ പടം, പ്രളയശേഷം ഒരു ജലകന്യക എന്ന് പറഞ്ഞിട്ട് മനോജ് കുമാർ ഡയറക്ടറുടെ പടം. അത് രണ്ടുമാണ് ഇപ്പോൾ ഇറങ്ങാനുള്ളത്. പിന്നെ ഒരു പടം ഷൂട്ട് കഴിഞ്ഞു, ഒരു പടത്തിൽ അടുത്ത മാസം തുടങ്ങാൻ പോകുന്നു. ലുക്മാനും ബാലു പെപ്പയുടെ പടം. ലുക്മാനുള്ള ഒരു സൗഹൃദവും നിങ്ങളുടെ ഒരു കൂട്ടുകെട്ടും വലുതാണ് അല്ലെ? ആ സിനിമകളിലേക്കുള്ള യാത്ര കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷമാണ്. ഏത് സിനിമയിലേക്ക് നിങ്ങൾ ഒരുമിച്ചുണ്ടെങ്കിൽ അത് വേറെ വൈബായിട്ട് നമ്മൾ കാണുന്നു. കുറച്ചും കൂടി ഞങ്ങൾ സുഹൃത്തുക്കളായ കാരണം കൊണ്ട്. അതെ. സുധീരേട്ടൻ്റെ സിനിമകൾ ഇനി ഏതാണ് ഇനി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ഓടും കുതിര ചാടും കുതിര നടന്നുകൊണ്ടിരിക്കുന്ന ഷൂട്ട്. ഇപ്പോൾ റിലീസ് വരുന്നത് 2-ാം യാമുണ്ട്. ശ്രീനിയമം പുഷ്പരാജൻ്റെ പടം റിലീസുണ്ട്. പിന്നെ പ്രൊട്ടക്റ്റ് ഉണ്ട്. 2-3 പടങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് റിലീസുണ്ട്. ഇവിടെ പുതിയ സിനിമകൾ ഒന്നും കൺഫേം പറയാറായിട്ടില്ല. കാരണം കഴിഞ്ഞ വർഷം 2-3 പടങ്ങൾ പറഞ്ഞു വെച്ചിരുന്നു, ഒന്നും കൂടി സ്റ്റാർട്ടായിട്ടില്ല. ഇപ്പം മാർത്താണ്ഡൻ ചേട്ടൻ്റെ മൂവിക്ക് പറഞ്ഞതാണ്, അപ്പോൾ ഒന്നും സ്റ്റാർട്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സമയമാകുമ്പോൾ സിനിമകൾ അതാണ് സിനിമ അല്ലേ? ഒഴുക്കിനൊപ്പം നമ്മൾ ഒഴുകിക്കൊണ്ടേയിരിക്കും. നമ്മൾ സിനിമയെ സ്നേഹിച്ചാൽ മതി. അതെ, തീർച്ചയായും. സിനിമയെ നമ്മൾ തള്ളിപ്പറയുന്ന നമുക്ക് സിനിമ നമുക്കാണ് വേണ്ടത്. അതെ, സിനിമയ്ക്ക് ഒരിക്കലും നമ്മളെ വേണ്ട. അതെ അല്ലേ? അപ്പൊ ഒത്തിരി സന്തോഷം. സൂപ്പർ ഹിറ്റ് ആവട്ടെ. ഈ പറഞ്ഞത് ജനുവരി 24-ാം തീയതി 24-ാം തീയതിയാണ് റിലീസ്. ജനുവരി 24-ാം തീയതിയാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആഘോഷങ്ങൾ ഈ പറഞ്ഞ പോകാത്ത സ്ഥലങ്ങളിൽ വെച്ച് ഇതിന്റെ ആഘോഷം ആഘോഷിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകും. അവിടെ അതാണ് ഈ ഗ്രൂപ്പ് മൊത്തം അവിടെ പോയി ആഘോഷിക്കും. ഒരാളെ ഇടയ്ക്ക് വരുന്നു. അല്ല, ഇന്നലെ നമ്മള് ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുത്താൽ ഞാൻ ഇടയ്ക്ക് പിന്നെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാം. അത് സ്വയം വന്ന് പ്രൊമോട്ട് ചെയ്യാം. പറഞ്ഞു ബാക്കി കാര്യങ്ങൾ. നായനായാലും ഫ്രീ എൻട്രി ആണ്. എല്ലാവരും നായകന്മാരാ. ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ നമ്മളെ ആ സീനിനെ കുറിച്ചിട്ട്. ഞാൻ സുധീരേട്ടനും
ചേട്ടനുമായിട്ട് ഒരു കോമ്പിനേഷൻ ഉണ്ട്, നല്ല സാധനമാണ്. അല്ല, ഞങ്ങളതാ സംസാരിച്ചത്. ഇന്നലത്തെ നമ്മൾ ഒരു ടാഗ് ലൈനൂടെ കൊടുത്തു, മമ്മൂക്കാനെ കാണാൻ പറ്റുന്ന മരുവനെ കാണാൻ കയറാന്നുള്ളത്. ടാഗ് ലൈനൂടെ നമ്മൾ വീണ്ടും 23-24 കാരണം ഇവരൊക്കെ മമ്മൂക്കനോട് അഭിനയിച്ച വലിയ ആൾക്കാർ, കൂടുതൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയത് ഇവർക്കാണ്. ഇനി നമ്മുടെ ബെസ്റ്റ് കാണുക 24-ാം തീയതി അല്ലേ? ആരും പ്രതീക്ഷ, ഞാൻ അപ്പോൾ ഒരുപാട് സന്തോഷമായി. ഇതൊക്കെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പം എല്ലാവരോടും 2 ഇന്റർവ്യൂ സിനിമയ്ക്ക് തന്നെ ഇന്റർവ്യൂ കൊടുക്കുവന്നേ. പ്രൊഡ്യൂസറും ഡയറക്ടറും പറഞ്ഞിട്ട് അഷ്കർ എവിടെ പോയി ഇടിച്ചു കുത്തിയാൽ എങ്ങനെയെങ്കിലും പ്രൊമോഷൻ ചെയ്ത് പടം എങ്ങനെയെങ്കിലും ആൾക്കാർ തിയേറ്ററിൽ എല്ലായിടത്തും ഇടിച്ചു കുത്തി കയറുക. കാരണം വേറെ നിവൃത്തിയില്ല. കാരണം എനിക്ക് അടുത്ത പടം എനിക്ക് കിട്ടത്തില്ല, പ്രൊഡ്യൂസർ വഴക്ക് പറിച്ചെന്നില്ലെങ്കിൽ. ഈ കുടുംബത്തിൽ നിന്ന് എന്തായാലും മാറിപ്പോവില്ല, ഇത് അങ്ങ് എടുത്തേക്കുക. പക്ഷെ അതാണ് ഈ നസറുക്കാരുടെ പ്രത്യേകത, ഒരു സ്നേഹം ഉണ്ടെങ്കിൽ കൂടെ കൊണ്ടു കിടക്കും. അത് മാത്രമാണ് ഈ പ്രൊഡ്യൂസറിന്റെ ഏറ്റവും. അങ്ങനെ പ്രൊഡ്യൂസർമാരെ നമുക്ക് കിട്ടാറില്ല കേട്ടോ. സ്നേഹിച്ചാൽ അതോടൊപ്പം നമ്മുടെ പക്ഷെ നമ്മളൊരു 50% 100% തിരിച്ചു കിട്ടുന്ന പ്രൊഡ്യൂസർ ഒക്കെ വളരെ ചുരുക്കം കിട്ടുന്ന അല്ലേ? നിങ്ങൾ എത്രയോ സിനിമകൾ അഭിനയിച്ചാണ് അല്ലേ? നമ്മുടെ ഒരു ഈ ബെൻസി പ്രൊഡക്ഷൻ തന്നെ ഇപ്പോൾ 12ാമത്തെ സിനിമയാണ്. നമുക്കതിൽ അഭിനയിക്കാൻ അവസരം കിട്ടി. കാരണം എനിക്ക് മാത്രമല്ല, ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. ഒത്തിരി പേര് ഇപ്പോൾ അതിലാണെങ്കിൽ പുതുമുഖങ്ങൾ ഒരുപാട് പേര് പാട്ട് പാടിയിട്ടുണ്ട്, അവർക്ക് അവസരങ്ങൾ കൊടുക്കുന്നു. എത്രയോ പേർക്ക് ജോലി കൊടുക്കുന്ന കമ്പനിയാണ്. അപ്പോൾ അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷം. ഇനിയും ഭാഗമാകാൻ കഴിയട്ടെ ഈ കമ്പനിയിലും, ഞങ്ങൾക്ക് എല്ലാവർക്കും അല്ലേ? ഞങ്ങൾക്ക് എല്ലാവർക്കും അവസരങ്ങൾ കിട്ടട്ടെ. ഓരോ ഡയറക്ടേഴ്സ്, പുതിയ ഡയറക്ടേഴ്സ് വരുന്നുണ്ട് ഈ പ്രൊഡക്ഷനിൽ. അതിലെല്ലാത്തിലും അല്ലേ നമുക്ക് എല്ലാവർക്കും ചാൻസ് കിട്ടട്ടെ, പൈസയും കിട്ടട്ടെ അല്ലേ? തീർച്ചയായിട്ടും പ്രഷർ ഏറ്റെടുക്കുക. 24-ാം തീയതിയാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. 24 ആദ്യ ഷോ കാണാൻ പറ്റുക, അടുത്ത ഷോ കാണാം. അങ്ങനെ ഷോകൾ ഓരോ ദിവസവും വർദ്ധിക്കുന്ന നിലയിലേക്ക് ഈ സിനിമ നല്ല കൂട്ടുകാരോടൊപ്പം ഇരുന്ന് കാണാൻ നല്ല ബെസ്റ്റായിട്ട് മുന്നോട്ട് പോട്ടെ. ഒത്തിരി സന്തോഷം. താങ്ക് യു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.